പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. പ്രകൃതിയെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ നല്ല കവിതകൾ ഇതെന്നാണ് ONV കുറുപ്പ് കേട്ടോ. ONV കുറുപ്പ് അദ്ദേഹത്തിന്റെ കൃതികളും സ്മൃതികളും. കൃതികൾ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ, സ്മൃതികൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം നെല്ലിനെ പറ്റിയിട്ട് പറഞ്ഞാണ്, പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിന്റെ നിറമാണ്, പേടിച്ച പേടമാൻ മിഴിയാണ്. ഒരു പെൺകുട്ടിയെ കാണുമ്പോ കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല, ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ്. അതാണ് കോതമ്പ് മണികൾ എന്ന് പറയുന്നത് ഏറ്റവും നല്ല കവിത. കോതമ്പ് മണികൾ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ നെല്ലേറി അർത്ഥം പെടും കേട്ടോ. അതുപോലെ തന്നെയാണ് ഇമ്മ, അമ്മ, ഉമ്മ വ്യത്യാസമില്ലാതെ നമ്മൾ പറയില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ, അള്ളാഹു ഒന്ന് എന്നൊക്കെ. അപ്പൊ അതിന്റെ കവിതയാണ്, 9 പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്ക് കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു, കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു. നല്ല ബഹൂതികൾ നാരിമാരോ കല്ലിലെ നീരുറവയായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കണ്ണീരിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമിർപ്പും. ഒരു കിണർ കിനിയുന്ന നീരാണല്ലോ കോരി കുടിക്കാൻ കുളിക്കുവാനും. ഇതാണ് കവിതയിലെ മതേതരത്വം. ഏകചിന്ത, ഏകലോകചിന്ത കേട്ടോ. അത് വലിയ കവിതയാണ്. അങ്ങനെ ഒന്ന് ഇമ്മ അമ്മ അമ്മ എന്ന കവിത, കോതമ്പ് മണികൾ എന്ന കവിത, പിന്നെയാണ് ഭൂമിക്കൊരു ചരമഗീതം, പ്രകൃതി ഗീതങ്ങൾ. ഇനി ഇത് ഇങ്ങനെ എടുക്കുമ്പോ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഒരു തൊട്ടിലായി മാറണം വിത്ത് എന്ന് പറഞ്ഞ കൂടെ. ലോകത്ത് ഏറ്റവും നന്നായിട്ട് രസങ്ങൾ വിതരണം ചെയ്യുന്ന ഏക വസ്തുവാണ് വിത്ത്. വിത്ത് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വിത്തിലാണ് ബിരിയാണി ചെമ്പും സാമ്പാർ ചെമ്പും ചോറും ഒക്കെ ഉള്ളത് അല്ലേ? വിത്തില്ലെങ്കിൽ ഈറ്റിംഗ് ടൈംസ് സ്റ്റാർട്ടിങ് അറ്റ് ദ സലൈവ. ഭക്ഷണം കഴിക്കുമ്പോൾ ഉമിനീര് പൊന്തണം എന്നുണ്ടെങ്കിൽ വിത്ത് വേണം. അപ്പൊ ഒരു ബിരിയാണി ചെമ്പ് എങ്ങനെ ഉണ്ടാക്കുക? നല്ല ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, കരയാമ്പൂ, കറുവപ്പട്ട, അങ്ങനെ പോകുമ്പോൾ എന്തുണ്ടാവും? കവിതയിൽ രസം പറയാൻ ഭൂമി മരിക്കാതിരിക്കണം. ഭൂമിയിലേക്ക് വിത്ത് വിതരണ ആളുടെ പേരാണ് 12 രാശികൾ. കാലവേല, കാറ്റുവേല, ഞാറ്റുവേല. അത് ആൽപ്പറമ്പേരെ അറിയണം. അതുകൊണ്ട് നമ്മളെ വാക്കുകൾ വാക്കുതിക്കും ദിക്കു നീ തന്നെയാകുന്നു. വാക്കിന്റെ വാരിധികൾ നിന്നിലേക്കാകുന്നു. നീ അഗ്നിയാകുന്നു, നീ അമൃതാകുന്നു. ഒരു വാക്ക് അഗ്നിയും അമൃതുമാണ്. അതുപോലെ മറ്റ് മനുഷ്യ മനസ്സുകൾക്ക് സുഖം നൽകണം. അതെങ്ങനെ? ഉറവു തേടുന്നു മണ്ണിലെല്ലാടവും, മുറിവു നീറും മനസ്സിന്റെ ഉള്ളിലും നിറയെ വർഷിക്ക വർഷിക്ക നിങ്ങളെൻ സ്വരസ്വരൂപമാം പ്രാണബിന്ദുക്കളെ. സ്വരം, നമ്മളിപ്പോ ഒരാളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മേക്കിട്ടുകയാണെങ്കിൽ, കച്ചറ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സ്വരം സ്വരൂപം ഉണ്ടാവും. കുറെ കാലമായിട്ട് ഓർമ്മ ഉണ്ടാവും. അപ്പൊ പക പോവാൻ ഏറ്റവും നല്ല സാധനമാണ് കവിതയിലെ വിധ. സ്വരസ്വരൂപമാം പ്രാണബിന്ദുക്കളെ. ഇപ്പൊ പുഴ എങ്ങനെ വർത്താനം പറയാ? പെട്ടെന്ന് ഒഴുകുന്ന പുഴയേറ്റുപാടുന്ന പാട്ടിന്റെ സ്വരതന്ത്രിനിയായിരിക്കേ. കരകാണ കടലിന്റെ ആഴവും തിരയാകും ഓർമ്മയും നീയായിരിക്കേ. മരുഭൂമിയിലേക്ക് പോകുന്ന എരിയുന്ന മരുഭൂമി കാണും കിനാവിലെ ഹരിതാപനയായിരിക്കേ. ഇതാണ് മഴ വർത്താനം പറയുന്നത്. പുഴ എങ്ങനെ പറയാ? കളകള മുഴുകുമരരുവീനലകളിൽ ഒരു കുളിർ ഒരു പുളകം. കുളിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കണം കേട്ടോ. അപ്പോൾ അറിയാം. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയൊക്കെ ഉള്ളത് പറയുമ്പോൾ എന്ത് വേണം? കട്ടിയുള്ള കവിതകൾ പറയുമ്പോൾ മന്ദമായിരുന്നു. ചെറിയ കാറ്റുണ്ട്, വലിയ കൊടുങ്കാറ്റുമുണ്ട്. കൊടുങ്കാറ്റ് പോലെയുള്ള കവിതകൾ ചെല്ലുമ്പോൾ കുറച്ച് ഉയർത്ത് ചെല്ലുന്നത്. അതിനാണ് മൈക്ക. ഈ മൈക്കല്ലെങ്കിലും കവിത എഴുതണം. അങ്ങനെ ഓരോന്ന് ബസ്സിൽ പഠിപ്പിച്ച് പോയാൽ മതി. നിങ്ങളെ പാട്ട് ഏതാ സ്കൂളിലെ? NSSന്റെ ഗീതം. അത് പഠിക്കണം. പെട്ടെന്ന് ടീച്ചർ ചോദിച്ചാൽ പറയണം, മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ. എന്നിട്ടോ തോള് കൈയിട്ട് നടക്കില്ല നിങ്ങള്? സൗഹൃദ സിദ്ധികൾ പൂത്താൽ
സൗവർണാപരന്നാൽ സുരഭില ജീവിതമാരുതി വിശ്വം സമസ്തമരുളുകയല്ലോ മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിലിണങ്ങിയിടട്ടെ. ഈ കാലത്ത് അത് ഉയർത്തിച്ചറിയിച്ചത് ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിയിടട്ടെ. അതിനെന്ത് വേണം? മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി പറഞ്ഞിട്ടതല്ല, ഹൈന്ദവം എന്ന് പറയും. ഭാരതം എന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ള പ്രദേശം. അല്ലാതെ സുരേഷ് മലയാളി ഇങ്ങനെ പറഞ്ഞു, സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു, അതൊന്നും നോക്കരുത്. പറഞ്ഞു നമുക്ക് ചൊറിയാൻ നിൽക്കണ്ട. അപ്പൊ അർത്ഥം അറിയണം. എന്നിട്ടോ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിയിടട്ടെ, മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ. അപ്പോൾ എന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഈ വാക്കുകളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് കിടന്നുറങ്ങുമ്പോൾ ശബ്ദമാവണം. എങ്ങനെ? ആയിരമുണ്ണിക്കനികൾക്കു തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, ആയിരം കാവുകളിൽ ഊഞ്ഞാലിടുന്നതും, മാലില തുമ്പത്തിരുന്നു തുള്ളുന്നതും. ഇതൊക്കെ എടുത്തോ, എൻ്റെ കൂടെ ശബ്ദം ഇങ്ങനെ കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. അഞ്ചിതൾ പൂക്കള അങ്ങനെ ബ്ലോഗർമാരാവണം കേട്ടോ, അങ്ങനെ കേമന്മാരാവണം. നിങ്ങളൊക്കെ നല്ല കുട്ടികളാവണം. അത് നമ്മൾ ചെറിയ സാമ്പത്തികം തരും, വെറും വെള്ളം കുടിക്കലാവും അല്ലേ? അവനെ കൊണ്ട് കഴിയില്ലേ? നമ്മൾ ഇന്ന് ആലിപുറമെ പ്രശസ്താക്കണം. എടുത്തോ, ബുദ്ധ കൊട, തൊപ്പിക്കൊട, ചുറ്റുവാറ്റാൻ അതിന്റെ പെടുത്തോ, ചായപ്പൊടിയൊക്കെ പെടുത്തോ. അങ്ങനെ വേണം, എല്ലാവരെയും ഉൾപ്പെടുത്തണം. ഇതിന്റെ ചായപ്പൊടി ദോശ ഇന്ന് ബുദ്ധിമുട്ടുണ്ട്. രാവിലെ നീക്കേണ്ട 4 മണിക്ക് നിങ്ങൾ മുങ്ങാൻ പോയല്ലേ അച്ഛനെ കൂട്ടിയിട്ട്? അത് വേണം, മാണം. ഇത് പീടികത്താണോ വിചാരിച്ച കട്ടിയൊന്നല്ല. അതുപോലെ തൊപ്പിക്കൊട, അതുപോലെ കലം, ഞങ്ങളൊക്കെ ഓരോ ചെയ്ത് ഗ്ലാമർ കൂട്ടിടാ. ആഹാ, ഗ്ലാമർ വേണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് ഓ എന്നീ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഓ ആയിരമുണ്ണിക്കനികൾക്കു തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, ആയിരം കാവുകളിൽ ഊഞ്ഞാലിടുന്നതും, ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും, മഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും, അമ്പലപ്രവായി നീ കുറുകുന്നതും, ആയിരം പുഴകളുടെ ഓളങ്ങളായ എൻ്റെ ആത്മഗർഭങ്ങൾക്കു താളം പിടിപ്പതും, അഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും, അമ്പലപ്രാവായി നീ കുറുകുന്നതും. അത് മിമിക്രി കഴിക്കും. ഇത് ചെറിയ കുട്ടികൾ പാടണമാതിരി, വലിയ കുട്ടികൾ പാടണമാതിരി, പെണ്ണുങ്ങൾ പാടണമാതിരി പാടാം. അങ്ങനെ കഴിവുള്ള കുട്ടികളുണ്ടാവുമ്പോൾ അത് കൊണ്ടുവരട്ടോ. ആയിരമുണ്ണിക്കനികൾക്കു തൊട്ടിലും മടി വിടണം, മൈക്ക പിടിച്ച് മടി വിടണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വന്നെങ്കിൽ ആളാവശ്യമുണ്ട് ഇവിടെ ഇല്ലേ? അങ്ങനെ വേണട്ടോ. ആയിരമുണ്ണിക്കനികൾക്കു തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, ആയിരം കാവുകളിൽ ഊഞ്ഞാലിടുന്നതും, മാലിരത്തുമ്പത്തിരുന്നു തുള്ളുന്നതും, അഞ്ചിതൾ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും, അമ്പലപ്രാവായി നീ കുറുകുന്നതും. ഇനിയും മതിക്കാത്ത ഭൂമിനാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഉയരറ്റ നെൽമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ലയാരുമീ ഞാനും. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇതെന്തിനെ കാണിച്ചു മനസ്സിലായോ? ഇത് കിട്ടുവാച്ചാന്റെ കരകൗശല, വെറും കൊടയല്ല. കരം നല്ല ക്ഷമ വേണം കേട്ടോ. ക്ഷമയുള്ള പെണ്ണുങ്ങളെ കെട്ടണം മതി. ക്ഷമയുള്ള സാധനമാണ്. ഇതാണ് കരകൗശലം. ഈ കരകൗശലത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയം എന്നൊക്കെ? കാരണം ആദ്യം ശാസ്ത്രനും പാണനും പക്കനാരും പെരും ആൾക്കാർ എഴുതിയത് ഭ്രാന്താണെന്ന് അല്ലേ? ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ സത്യത്തെ ഭജിക്കുന്നത്. 12 മക്കളെ പെറ്റൊരമ്മേ, 12 മക്കൾ എന്ന് പറഞ്ഞാൽ
ഫിസിക്സിന്റെ ആരംഭം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ. പഠിച്ചോ. ഫിസിക്സ് ആണ് 12 കേട്ടോ. മേടം മേടവും മിഥുനം ദുൽഹജ്ജ് മുഹറം എന്നൊക്കെ പറയില്ലേ, ഈ സാധനം 12 അറബിയിലും സംസ്കൃതത്തിലും മലയാളത്തിലും. അത് പറഞ്ഞില്ലെങ്കിലും ഭൂമി ഫിസിക്സ് ഇതുവരെ തയ്യാറായിട്ടില്ല. കെമിസ്ട്രി നമുക്ക് തയ്യാറാക്കാം. മതിയോ? എഡിറ്റ് ചെയ്യണ്ടേ? അപ്പൊ അതും കൂടി